രാജ്യത്തെ ആകെ ഞെട്ടിച്ച സംഭവമായിരുന്നു കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ബലാത്സംഗത്തിനിരയായി ഒരു ജൂനിയർ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവം. ആ കേസിൽ ഇന്ന് സുപ്രധാനമായ വിധിയുണ്ടാകും. ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരനായ സഞ്ജയ് റോയാണ് ഈ കേസിലെ പ്രതി. വിധി പറയുന്നത് വിചാരണ ആരംഭിച്ച് 57 ദിവസങ്ങൾക്ക് ശേഷം അതിവേഗത്തിൽ തന്നെ ഈ കേസിൽ വിധി പറയുകയാണ്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു വാർത്തയായിരുന്നു അന്ന് ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ ഈ സംഭവം. ഒരു ജൂനിയർ ഡോക്ടർ തുടർച്ചയായ ജോലി സമയത്തിന് ശേഷം സെമിനാർ ഹാളിൽ വിശ്രമിക്കാൻ പോയപ്പോൾ അവിടെ വെച്ച് സ്വന്തം തൊഴിൽ സ്ഥലത്ത് ഏറ്റവും സുരക്ഷിതമായ ഒരു ആശുപത്രിക്കകത്ത് വെച്ച് ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടു എന്നത് അന്ന് മമതാ ബാനർജി അടക്കം വലിയ പ്രതിരോധത്തിലായ ഒരു സംഭവമൊക്കെയാണ്. ആ കേസിലാണ് അതിവേഗത്തിൽ വിധി പറയുന്നത്. എന്താണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്? ശ്രീജ, രാജ്യവ്യാപക പ്രതിഷേധത്തിനിടയാക്കിയ ആർജിക്കർ മെഡിക്കൽ കോളേജ് കൂട്ടബലാത്സംഗ കേസിലാണ് ഇന്ന് വിധി വരുന്നത്. സിയാൽദ കോടതിയാണ് വിധി പറയുന്നത്. ഏതായാലും ഈ കേസിൽ 66 ദിവസത്തെ വിചാരണയാണ് നടന്നത്. ഈ സംഭവം നടന്ന് 157 ദിവസം പിന്നിടുമ്പോഴാണ് സിയാൽദ കോടതി ഏതായാലും വിധി പറയുന്നത്. കേസിൽ CBI പ്രധാനമായും ശാസ്ത്രീയ തെളിവുകളെയാണ് ആശ്രയിച്ചിരുന്നത്. ഒന്ന്, DNA സാമ്പിളുകളുടെ പരിശോധന ഫലം, ഒപ്പം തന്നെ മറ്റ് പരിശോധനാ ഫലങ്ങൾ, പ്രത്യേകിച്ച് ആന്തരികാവയവങ്ങളുടെ പരിശോധന ഫലം തുടങ്ങിയവയെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു CBIയുടെ പ്രധാനപ്പെട്ട വാദം. പ്രത്യേകിച്ച് ഈ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ മുടി ഇത് പ്രതി സഞ്ജയ് റോഡയാണ് എന്ന് CBI ആവർത്തിച്ച് വാദിക്കുകയുണ്ടായി. കാരണം ഈ കേസിൽ ഏക പ്രതി സിവിക് വളണ്ടിയറായ സഞ്ജയ് റോയാണ്. അപ്പോൾ സഞ്ജയ് റോയാണെന്ന് സ്ഥാപിക്കാൻ ഈ വാദത്തിനിടെ CBIക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഉമിനീർ സാമ്പിളുകൾ, ആ സാമ്പിളുകൾ പൊരുത്തപ്പെടുന്നതാണ് എന്നുകൂടി CBI ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വാദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ CBI ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വാദം, ഒന്ന്, ബലപ്രയോഗം നടന്നിട്ടുണ്ട് അവിടെ. കാരണം സഞ്ജയ് റോയുടെ ശരീരത്തിൽ മാത്രം ആഴത്തിലുള്ള 5 മുറിവുകൾ ഉണ്ടായിരുന്നു. ഇത് പെൺകുട്ടിയുമായുള്ള മൽപ്പിടുത്തത്തിനിടെ സംഭവിച്ചതാണ്. ഇത് കൂടാതെ CBI മറ്റൊരു പ്രധാനപ്പെട്ട അന്വേഷണ സംഘം അവിടെ നിന്ന് കണ്ടെത്തിയത് ഒരു ബ്ലൂടൂത്ത് ആണ്. അത് സഞ്ജയ് റോയുടെ ഫോണുമായി കണക്ട് ചെയ്തതാണ്. അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വാദമാണ് CBI നടത്തിയിട്ടുള്ളത്. CBI മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട വാദം, ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ്, അതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നൊരു ആവശ്യം CBI മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സഞ്ജയ് റോയ് മുന്നോട്ട് വെച്ച വാദം, അഭിഭാഷകൻ മുന്നോട്ട് വെച്ച വാദം, അതായത് സഞ്ജയ് റോയ് ഈ കേസിൽ കുറ്റക്കാരനല്ല, മറിച്ച് സഞ്ജയ് റോയെ കുടുക്കുകയായിരുന്നു എന്ന വാദമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക്, രാജ്യവ്യാപകമായ വലിയ പ്രതിഷേധങ്ങൾക്ക്, പ്രത്യേകിച്ച് ബംഗാൾ സർക്കാരിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു. മാത്രമല്ല, പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പിന്നീട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ആ കേസ് CBI ഏറ്റെടുക്കുന്നത്. ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ ഈ വിഷയത്തിൽ സമരത്തിൽ അടക്കം ഇടപെടുന്നതും കൂടി കണ്ടിരുന്നു. കാരണം സുപ്രീം കോടതിയാണ് പിന്നീട് ചില നിർദ്ദേശങ്ങൾ നൽകിയത്. രാജ്യത്തായി തന്നെ ഡോക്ടർമാരുടെ സുരക്ഷ സംബന്ധിച്ച വലിയ ചർച്ചകൾ ഈ സംഭവത്തോടുകൂടി ചർച്ചകൾക്ക് ഇടവരുത്തിയതും തുടർന്ന് ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ആശുപത്രികളിലടക്കം, പ്രത്യേകിച്ച് കൊൽക്കത്തയിലെയും ബംഗാളിലെ പല ഭാഗങ്ങളിലെയും ആശുപത്രികളടക്കം CCTV ക്യാമറകളടക്കം സ്ഥാപിച്ചതും ഈ സംഭവത്തിന് ശേഷമാണ്. ഏതായാലും ഈ വലിയ രീതിയിൽ ചർച്ചയായ, രാജ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച കേസിലാണ് ഇപ്പോൾ 157 ദിവസങ്ങൾക്ക് ശേഷം വിധി പറയുന്നത്. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. രാജ്യത്തെ വലിയ ഞെട്ടലുണ്ടാക്കിയതായിരുന്നു ഒരു ജൂനിയർ ഡോക്ടർ തൊഴിൽ സ്ഥലത്ത് അവിടുത്തെ തന്നെ സുരക്ഷാ ചുമതലയുള്ള, സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുള്ള ഒരാളുടെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടു എന്ന വാർത്ത വലിയ ഞെട്ടലുണ്ടാക്കിയതാണ്. വളരെ മാതൃകാപരമായ ഒരു വിധി തന്നെയാണ് ഈ നാട്ടിലെ ഡോക്ടർ സമൂഹവും പൊതുജനങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതീക്ഷിക്കുന്നത്. അടുത്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഞെട്ടിച്ച സെയ്ഫ് അലി ഖാന്റെ നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെ പിടികൂടാൻ ഇപ്പോഴും മുംബൈ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ആക്രമണം നടന്ന് 2 ദിവസം കഴിഞ്ഞിട്ടും കാര്യമായ വിവരമൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പ്രതി എന്ന് സംശയിക്കുന്ന ആളുടെ ഒരു പുതിയ രേഖാചിത്രം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനിടെ സെയ്ഫിന്റെ ആരോഗ്യനിലയിൽ വലിയ പുരോഗതിയുണ്ട്. നാളെയോ അത് കഴിഞ്ഞോ സെയ്ഫിന് ആശുപത്രി വിടാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. CCTV ദൃശ്യങ്ങളിൽ കണ്ട അക്രമിയോട് രൂപസാദൃശ്യമുള്ള ആളെയാണ് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്ന് മുംബൈ പോലീസ് പിടികൂടിയത്. അക്രമിയുടെ കൈവശമുണ്ടായിരുന്നതിന് സമാനമായ ഒരു ബാഗും ഇയാളുടെ പക്കലുണ്ടായിരുന്നു. ബാന്ദ്ര പോലീസ് സ്റ്റേഷനിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്തെങ്കിലും ഇയാൾക്ക് ആക്രമണത്തിൽ പങ്കില്ലെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വിട്ടയച്ചു. നിലവിൽ കേസുമായി ബന്ധപ്പെട്ട് ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും ആരും കസ്റ്റഡിയിലില്ലെന്നും പോലീസ് പറയുന്നു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും പോലീസ് അറിയിച്ചു. അക്രമിയെ അവസാനം കണ്ടത് ബാന്ദ്ര റെയിൽവേ സ്റ്റേഷന് സമീപത്താണെന്ന് വിവരമുണ്ട്. അക്രമി റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വാസെ, നലാസൊപ്പാറ, വിരാർ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പരിശോധന.
വളരെ ആസൂത്രിതമായി നടത്തിയ മോഷണശ്രമമെന്നാണ് സംശയിക്കുന്നതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ തുടരുകയാണ്. അക്രമിയെ സഹായിച്ചതാര്, അപ്പാർട്ട്മെന്റിന്റെ പ്ലാൻ ഇയാൾ എങ്ങനെ മനസ്സിലാക്കി, മോഷണമല്ലാതെ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ തുടങ്ങി എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. സെയ്ഫ് അലി ഖാന്റെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. അദ്ദേഹത്തെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്ന് മാറ്റി. അക്രമി കുത്താനുപയോഗിച്ച കത്തിയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. 6 തവണയാണ് അക്രമി സെയ്ഫിനെ കുത്തിയത്. അക്രമി ഉപയോഗിച്ച കത്തിയുടെ 2.5 ഇഞ്ച് നീളമുള്ള കഷണം സെയ്ഫിന്റെ നട്ടെല്ലിനിടയിൽ നിന്ന് നീക്കം ചെയ്തു. 2-3 ദിവസത്തിനകം സെയ്ഫിന് ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വ്യാഴാഴ്ച പുലർച്ചെ 2:30യോടെയാണ് ബാന്ദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് സെയ്ഫ് അലി ഖാനെ ആക്രമിച്ചത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. നാഷണൽ ഡെസ്കിൽ നിന്ന് രാകേഷ് തന്നെ ഒരിക്കൽ കൂടി ചേരുന്നു. രാകേഷ്, ഇത് മുംബൈ പോലീസിന്, മഹാരാഷ്ട്ര സർക്കാരിനൊക്കെ വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ബാന്ദ്ര പോലെ രാജ്യത്തെ തന്നെ ഏറ്റവും ആഡംബര മേഖലയിൽ, അതീവ സുരക്ഷാ മേഖലയിലേക്ക് ഒരു കള്ളൻ കടന്നു കയറുന്നു. സെയ്ഫിനെ പോലെ ഒരാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ അദ്ദേഹത്തിന് നേരെ ആക്രമണം നടത്തുന്നു. എന്നിട്ട് ഇത്രയും 2 ദിവസമാവുമ്പോഴും അതിലൊന്നും ഇരുട്ടിൽ തപ്പുകയാണ് ഇപ്പോഴും പോലീസ്. ഇന്നലെ ഒരാളെ പിടിച്ചു, പക്ഷേ അയാൾ അല്ല എന്ന് കഴിഞ്ഞ് വിട്ടയച്ചു. ഇപ്പൊ വീണ്ടും വിളിപ്പിച്ചിരിക്കുന്നു. ഇത് എത്രത്തോളം നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട്? ശ്രീജ, സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ആക്രമണം നടന്നിപ്പോൾ ഏതാണ്ട് 50 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ പ്രതി ആരാണെന്ന സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇന്നലെ പലരെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ഒരു അറസ്റ്റ് ഉണ്ടായി എന്ന തരത്തിലുള്ള സൂചനകളും വന്നിരുന്നു. ഇയാൾ 5 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം പോലീസ് വിട്ടയക്കുകയാണ് ചെയ്തത്. പോലീസ് തന്നെ വ്യക്തമാക്കിയത് ഇയാൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല, ക്രിമിനൽ പശ്ചാത്തലം ഒന്നും തന്നെ ഇയാൾക്കില്ല എന്നാണ്. ഇത് കൂടാതെ നേരത്തെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ മറ്റു ജോലികൾക്കായി വന്നിരുന്ന, പ്രത്യേകിച്ച് മരപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി വന്നിരുന്ന ചില ആളുകളെയും കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്തു. ഇവർക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. മാത്രമല്ല, പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയിട്ടുള്ളതെന്നാണ്. അതിന് കാരണമായി പോലീസ് പറയുന്നത് പുതിയ CCTV ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ്. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ഒരു ടീഷർട്ട്, ഹാഫ് സ്ലീവ് ടീഷർട്ട് ഇട്ടായിരുന്നു പ്രതിയുടെ CCTV ദൃശ്യമെങ്കിൽ പുറത്തു വന്നിരുന്നെങ്കിൽ ഇപ്പോൾ പ്രതിയുടെ മുഖസാദൃശ്യമുള്ള, രൂപസാദൃശ്യമുള്ള ഒരു CCTV ദൃശ്യം കൂടി പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ ഇളം നീല നിറത്തിലുള്ള ഷർട്ടാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രധാനമായും പറയുന്ന കാര്യം, ഇത്തരത്തിൽ വസ്ത്രം മാറിക്കൊണ്ട് അന്വേഷണ സംഘത്തെ കബളിപ്പിക്കാനുള്ള നീക്കം പ്രതിയുടെ ഭാഗത്തുനിന്ന് നിരന്തരം നടക്കുന്നുണ്ട് എന്നാണ് പ്രധാനമായി ഇപ്പോൾ അന്വേഷണ സംഘം ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മുംബൈ ലോക്കൽ പോലീസ് മാത്രമല്ല, ക്രൈംബ്രാഞ്ച്, മറ്റ് അന്വേഷണ ഏജൻസികൾ അടക്കം ഏതാണ്ട് 20 അതിലധികം സംഘങ്ങൾ ഈ പ്രതിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഇരുട്ടിൽ തപ്പുന്ന നിലയിലേക്ക് പോലീസ് പോകുന്നത്. തീർച്ചയായും മുംബൈ പോലീസിനും മഹാരാഷ്ട്ര സർക്കാരിനും വലിയ നാണക്കേടുണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ബോളിവുഡ് താരം, പ്രധാനപ്പെട്ട ഒരു നടൻ, അല്ലെങ്കിൽ അതീവ സുരക്ഷാ മേഖല, പ്രധാനപ്പെട്ട VIP-കളടക്കം തന്നെ താമസിക്കുന്ന മേഖലയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായി. ഏതാണ്ട് 50 മണിക്കൂർ പിന്നിട്ടിട്ട് പോലും പ്രതിയെ പിടികൂടാൻ കഴിയാതെ അന്വേഷണ സംഘത്തിന് കഴിയാതിരിക്കുന്നത് അത് വലിയ രീതിയിൽ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ബോളിവുഡ് താരങ്ങളൊക്കെ തന്നെ മുംബൈ പോലുള്ള പ്രദേശം ജീവിക്കാൻ സുരക്ഷിതമാണെന്ന ചർച്ചകൾക്ക് പോലും ഇത് ഇടവരുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പോലീസ് ഇപ്പോൾ പറയുന്നത് ഒരു സ്ഥിരം കുറ്റവാളിയാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ള ഇയാൾ നിരന്തരം വേഷം മാറിക്കൊണ്ട് കബളിപ്പിക്കുന്ന തരത്തിലുള്ള വാദമാണ് ഈ ഘട്ടത്തിൽ പോലീസ് ഉയർത്തുന്നത്. ശ്രീജ, ER രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ സമ്മർദ്ദത്തിലാണ് സർക്കാരും പോലീസും ഒക്കെ ഉള്ളത്. അത് സെയ്ഫ് അലി ഖാനെ പോലെ ഒരാൾ പോലും സ്വന്തം വീട്ടിൽ സുരക്ഷിതൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് പോലീസിന് മറ്റുള്ളവരുടെ, സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം.